ഹലോ എവ്രി വൺ, എം.കോം ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റിസർച്ച് മെത്തഡോളജിയിലെ ആദ്യ ചാപ്റ്റർ തൊട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിസർച്ചാണ്. റിസർച്ചിലെ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്. റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിച്ചിട്ടുണ്ട്. സോ അതിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. സോ റിസർച്ച് എന്താണെന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലമാണ്. നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നമുക്ക് ബേസിക്കായിട്ട് റിസർച്ച് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു ഫാക്ട്സിനോ അല്ലെങ്കിൽ പുതിയൊരു നോളജിനോ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ റിസർച്ച് എന്ന് പറയും. സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ എന്നാണ് നമ്മൾ റിസർച്ചിന് പറയും, അല്ലേ? അതേപോലെ റോബർട്ട് റോസിൻ്റെ ഒരു ഡെഫിനേഷൻ ആണെങ്കിൽ റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ ആണ് ആൻഡ് റെക്കോർഡിംഗ് ആൻഡ് ആൻ അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനെ നമ്മൾ റിസർച്ച് എന്ന് പറയും. അപ്പോൾ റിസർച്ച് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതേപോലെ അതിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷനും പഠിച്ചു വെക്കുക. പിന്നെ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും പറയുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് റിസർച്ച് എന്നുള്ളതിൽ നമുക്ക് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും നോക്കിയാൽ മനസ്സിലാവും. ഡിസ്കവറി ഓഫ് ന്യൂ നോളജാണ്, ഒരു പുതിയൊരു നോളജിൻ്റെ ഡിസ്കവറിയാണ്. അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റിഗേഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പാണ് നമ്മൾ റിസർച്ചിന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ അതിലൂടെ കണ്ടുപിടിക്കുന്നു. പിന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസിൻ്റെയും അതുപോലെ ഒബ്സർവേഷൻ്റെ ഒക്കെ ബേസിലാണ് റിസർച്ച് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് പുതിയ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണം റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കെയർഫുള്ളി വിവരങ്ങൾ റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മെയിനായിട്ട് പേഷ്യൻസ് വേണം, അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ തന്നെ റിസർച്ച് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരുപാട് സമയം പ്രോസസ്സൊക്കെ ആവശ്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താണ് പേഷ്യൻസ്, ക്ഷമ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത പറയുന്നത് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? പുതിയ ടെക്നിക്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു നിലവിലുള്ള ഒരു തിയറിയിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾക്കുള്ള നോളജ് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനോ അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും പിന്നെ ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലോർ ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതൊക്കെയാണ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓക്കെ ആണെന്ന് തോന്നുന്ന കുറച്ചെണ്ണം പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് പറയുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെ, കുറച്ച് ടേംസൊക്കെ പഠിച്ചു വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണ്? നമ്മൾ സൊസൈറ്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സോൾവ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സും നമുക്കത് സജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എല്ലാ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്കും യൂസ്ഫുൾ ആണ്. അതായത് സ്റ്റുഡൻസിനാണെങ്കിലും പൊളിറ്റീഷ്യൻസിനും അക്കാഡമിഷ്യൻസിനും എല്ലാവർക്കും റിസർച്ച് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് മാർക്കറ്റിംഗ് റിസർച്ച്, ഓപ്പറേഷൻ റിസർച്ച്, മോട്ടിവേഷൻ റിസർച്ച്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. സോ ഇൻഡസ്ട്രിയൽ കൺസേൺസിനും റിസർച്ച് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസിൻ്റെ ഒരു ബേസിസ് ആയിട്ടും റിസർച്ച് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഒരു നല്ലൊരു റിസർച്ചിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഭയങ്കര ഓർഡറിൽ നല്ലൊരു സ്പെസിഫൈഡ് മാനർ, വെൽ ഡിഫൈൻഡ് റൂൾസിൻ്റെ ബേസിലായിരിക്കണം റിസർച്ച് നടത്തേണ്ടത്. അതേപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള റിസർച്ച് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഭയങ്കര എംപിരിക്കലായിരിക്കണം. അതായത് എംപിരിക്കലായിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള ഡാറ്റാസും ഫാക്ട്സും സപ്പോർട്ട് ചെയ്യണം നമ്മൾ റിസർച്ചിന്. അതുപോലെ തന്നെ സിമ്പിളായിരിക്കണം, മാനേജബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് നല്ല റിസർച്ചിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റിസർച്ചർ ആരാണ്? റിസർച്ച് നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ റിസർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചറിന് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരു സയൻറ്റിഫിക് മൈൻഡ് ഉണ്ടായിരിക്കണം ആ വ്യക്തിക്ക്. അതുപോലെ തന്നെ നമ്മൾ നോളജ് കിട്ടാനുള്ളൊരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഉള്ള വ്യക്തിയായിരിക്കണം. പിന്നെ എപ്പോഴും അലേർട്ടായിരിക്കണം. അതേപോലെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, പേഷ്യൻസ് വേണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും റിസർച്ചിന് ആവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് റിസർച്ച് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, സിഗ്നിഫിക്കൻസ്, അതുപോലെ അതിൻ്റെ ക്വാളിറ്റീസ്
എന്താണ് ഒരു ഗുഡ് റിസർച്ചിന് വേണ്ട ക്വാളിറ്റീസും അതേപോലെ തന്നെ ഒരു ഗുഡ് റിസർച്ചറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു. അടുത്തത് റിസർച്ച് മെത്തഡോളജി എന്താണെന്നുള്ളതാണ്. റിസർച്ച് മെത്തഡോളജി എന്താണ്? Research methodology is the description, explanation and justification of various methods of conducting research ആണ്. അതായത് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സിൻ്റെ എക്സ്പ്ലനേഷൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിസർച്ച് പ്രോസസ്സ് പറയുന്നുണ്ട്. റിസർച്ച് പ്രോസസ്സ് നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രോസസ്സ് ഓഫ് റിസർച്ച് ആണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിലും പ്രോസസ്സ് ഒന്ന് നോക്കി വയ്ക്കുക. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് ഓർ ടെമ്പററി സെലക്ഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലമാണ്. നെക്സ്റ്റ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ ആണ്. പിന്നെ നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്ത് ചെയ്യും? ഫൈനലൈസ് ചെയ്യും. പിന്നെ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ ഉണ്ട്. പിന്നെ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നു, റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നു, സാമ്പിൾ ഡിസൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ജനറലൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനിൽ എത്തിച്ചേരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 13 സ്റ്റെപ്സ് ഉണ്ട് റിസർച്ച് പ്രോസസ്സിൽ. ഇനി നമുക്ക് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? ടൈപ്പ് ഓഫ് റിസർച്ചുകളാണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഏകദേശം ഒരു 14 ടൈപ്പോളം റിസർച്ച് വരുന്നുണ്ട്. സോ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്യുവർ റിസർച്ചാണ്. പ്യുവർ റിസർച്ചിന് നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയും. എന്താണ് പ്യുവർ റിസർച്ച്? ഇറ്റ്സ് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ചാണ്. ഓക്കെ, ഇത് മെയിനായിട്ട് ഒരു തിയറിയുടെ ഫോർമുലേഷൻ ആയിട്ടോ ജനറലൈസേഷൻ ഓഫ് എ തിയറി ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു തിയറിയുടെ ഫോർമുലേഷനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? കണക്റ്റഡ് ആണ്. അതായത് ന്യൂ റൂൾസും ന്യൂ പ്രിൻസിപ്പൾസൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പ്യുവർ റിസർച്ചിലൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? നമ്മുടെ നിലവിലുള്ള നോളജിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓരോ ടൈപ്പ് റിസർച്ചിൻ്റെയും. പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ന്യൂ തിയറിയുടെ ഫോർമുലേഷൻ അല്ലെങ്കിൽ ജനറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബേസിക് റിസർച്ചാണ്, റിലേറ്റഡ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓർ റൂൾസ് ആണ്. പിന്നെ ബേസിക് റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? അറ്റൈൻമെൻറ്റ് ഓഫ് ദ നോളജ് ആൻഡ് ട്രൂത്ത് ആണ്. പിന്നെ ഇത് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ഓഫ് സയൻസുമായി കൺസേൺഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫിനോമിനയുടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ശ്രമിക്കുന്നുണ്ട്. ഓൾഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസും ലോസൊക്കെ വെരിഫൈ ചെയ്യാനും പ്യുവർ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇത് കൺസേൺഡ് ആയിട്ടുള്ളത് എന്താണ്? ഒരു പുതിയ തിയറിയുടെ ഫോർമുലേഷൻ അല്ലെങ്കിൽ ജനറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്, പ്യുവർ റിസർച്ച്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്. ചുരുക്കി പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ടു സോൾവ് എ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയുന്ന തിയററ്റിക്കൽ നോളജിനെ നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു റിയൽ ലൈഫ് പ്രോബ്ലം റിക്വയറിങ് എൻ ആക്ഷൻ ഓർ പോളിസി ഡിസിഷൻ. ഒരു ആക്ഷൻ ആവശ്യമായ അല്ലെങ്കിൽ പോളിസി ഡിസിഷൻ ആവശ്യമായ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടൈപ്പ് തിയറി യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചാണിത്. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? അടുത്തതായിട്ട് നമ്മൾ ബേസിക് റിസർച്ചും അതുപോലെ തന്നെ അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം, സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യും അപ്ലൈഡ് റിസർച്ച്. പ്യുവർ റിസർച്ച് എന്താണ്? നമ്മളൊരു തിയറിയുടെ ഫോർമുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ്. പിന്നെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസ് ഉള്ള പ്രോബ്ലംസാണ് സ്റ്റഡി ചെയ്യുന്നത്. പ്യുവർ റിസർച്ച് ഏത് ടൈപ്പ് പ്രോബ്ലം എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. പിന്നെ അപ്ലൈഡ് റിസർച്ച് എയിംസ് അറ്റ് ബ്രിങ്ങിങ് ഔട്ട് ആക്ഷനബിൾ പോയിൻറ്റ്സ് ക്വിക്ക്ലി. പ്യുവർ റിസർച്ച് ആണെങ്കിൽ റിസർച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിലാണ് എയിം ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈഡ് റിസർച്ചിൽ റിപ്പോർട്ട്സ് കോമൺ നോളജിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്യുന്നു. പ്യൂർ റിസർച്ചിലാണെങ്കിലോ ടെക്നിക്കൽ ലാംഗ്വേജിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെന്താണ്, അപ്ലൈഡ് റിസർച്ച് എന്താ ഗോൾ ഓറിയൻറ്റഡ് ആണ്, പക്ഷേ പ്യൂർ റിസർച്ച് ഫ്രീ ഫോം ആണ്. അങ്ങനെ കുറച്ച് ഡിസ്റ്റിങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വെക്കാം. നമ്മുടെ ഫസ്റ്റത്തേത് എന്ന് പറയുന്നത് പ്യൂർ റിസർച്ചും രണ്ടാമത്തേത് അപ്ലൈഡ് റിസർച്ചുമാണ്. തേർഡ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് സോഷ്യൽ സയൻസ് റിസർച്ച്. A social research deals scientific investigation conducted in the field of social science and also in behavioral sciences. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഫീൽഡിലുള്ള സയൻറ്റിഫിക് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡ് എന്തെയാണ്, സോഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നടത്തുന്നതിനാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസുമാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് സോഷ്യൽ സയൻസ് റിസർച്ച് എന്താ, സോഷ്യൽ വാല്യൂസ്, ബിലീഫ്സ്, ട്രഡീഷൻസ്, ഇവൻറ്റ്സ്, ഇതൊക്കെയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. സോഷ്യൽ വാല്യൂസും അതുപോലെ തന്നെ സോഷ്യൽ ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സൊക്കെ അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. എന്താണ്, പുതിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ന്യൂ നോളജ് അക്വയർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ സോഷ്യൽ ഫിനോമിനനെ കുറിച്ചിട്ടുള്ള സ്പെസിഫിക് സയൻറ്റിഫിക് നോളജ് അക്വയർ ചെയ്യുന്നതിന്, അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറും അത് അവരുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്, കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയറും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിന്, സോഷ്യൽ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുന്നതിനും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ സോഷ്യൽ റിസർച്ച് നടത്തുന്നതിനുള്ള മോട്ടീവ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണത്, ചില സോഷ്യൽ ഫിനോമിനാസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിലവിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യുന്നതിന് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ അസംഷൻസ് പറയുന്നുണ്ട്. അതായത് എല്ലാ സോഷ്യൽ ഇവൻറ്റ്സും എന്താണ്, ചില നാച്ചുറൽ ലോസിൻ്റെ ചില നാച്ചുറൽ നോംസിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, അതിൻ്റെ ബേസിലാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ ബിഹേവിയറും ഇവൻറ്റ്സും തമ്മിലുണ്ടായിരുന്നുണ്ട് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നടത്തുന്നുണ്ട്, അതൊരു അസംഷനാണ്. അതേപോലെ തന്നെ സിമിലർ കണ്ടീഷനിൽ സിമിലർ കോസസുകൾ സിമിലർ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സാമ്പിൾസിൻ്റെ റിസൾട്ട് ഹോൾ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളൊരു അസംഷനും സോഷ്യൽ സയൻസ് റിസർച്ചിലുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ആക്ട് ആസ് എ ഗൈഡ് ടു സോഷ്യൽ പ്ലാനിങ് ആണ്. സോഷ്യൽ പ്ലാനിങ്ങിനുള്ളൊരു ഗൈഡായിട്ട് നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ച് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിങ്ങുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഗനൈസേഷൻ്റെ ഒക്കെ വർക്കിങ്ങുമായിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഡാറ്റാസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പ്രോബ്ലത്തിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിഡിക്ഷൻ ആയിട്ടുള്ള ഒരു നല്ലൊരു സൗണ്ട് ബേസ് ആയിട്ട് നമ്മുടെ സോഷ്യൽ സയൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഈവിൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും സോഷ്യൽ സയൻസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പ്യൂർ റിസർച്ച്, രണ്ടാമത്തെ അപ്ലൈഡ് റിസർച്ച്, തേർഡ് വൺ സോഷ്യൽ സയൻസ് റിസർച്ചാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.